കാലായില്ലേ നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ട്. ഈ അടുത്തൊന്നും എന്തായാലും എടുത്തിട്ടില്ല. എന്നെ ആലോചിച്ച സമയം കളയണ്ട, ഇപ്പൊ എടുത്താലോ? ആനിവേഴ്സറിയുടെ 2ാം ഘട്ട ആഘോഷമായി. ഉച്ച കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തു പോകുന്നുണ്ട്. അത് റെഡിയാവാം. ആറ്റുനൂറ്റ് ഇന്നിടാൻ വെച്ചൊരു ജീൻസാ. തെരഞ്ഞ് അവസാനം വാഷിംഗ് മെഷീൻ്റെ അകത്തെത്തിയപ്പോഴാണ് പുള്ളീനെ കണ്ടത്. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഇതിടാൻ പറ്റില്ല. ഇപ്പം അങ്ങനെ ഒരുപാട് പാകമുള്ള ജീൻസൊന്നും ഇല്ലാന്ന്. ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ കഷ്ടി മുഷ്ടിയായിരുന്നു. ഇപ്പൊ പക്ഷെ കുറച്ചും കൂടെ ഒന്ന് റെഡിയാവുന്ന ഒരു പ്രതീക്ഷ. ജിമ്മിലൊക്കെ പോകുന്നതല്ലേ. പ്രതീക്ഷ തെറ്റിയില്ല. എന്നെ അതിൽ വൃത്തിക്ക് കൊണ്ടു. വേണമെങ്കിൽ കുറച്ച് ലൂസാന്നും പറയാം. വെറുതെ ഒന്നുമല്ല, നല്ല പണിയെടുത്തിട്ടാ. ഈ ഒരു ഘട്ടത്തിൽ എന്നോടും പിന്നെ എന്നോട് നന്ദി പറഞ്ഞ് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. ഇനി ഒപ്പം നമുക്കൊരു ലൈറ്റ് ക്രീം സ്വെറ്റർ ടോപ്പ് പെയർ ചെയ്യാം. എനിക്ക് ഈ ടോപ്പിന്റെ ഫിറ്റിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ? ഇനി എപ്പോഴും പറയുന്ന പോലെ മുഖത്ത് നമുക്ക് കുറച്ച് അലങ്കോല പണികൾ എടുക്കാം. വെഡിങ് ആനിവേഴ്സറിക്ക് അല്ലേ, കുറച്ചൊന്ന് ആർഭാടാക്കാം. അങ്ങനെ അത് ഏകദേശം തീരാനായി. ഇത് മാക്കിന്റെ ഒരു അടിപൊളി ഷെയ്ഡാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ സ്റ്റോറിയിൽ കൊടുക്കാട്ടോ. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഈ മുടി ഒന്ന് ഷോൾഡർ വിട്ട് താഴത്തോട്ട് ഇറങ്ങിയ എനിക്ക് ഞാൻ അല്ലാതെ ഏതുപോലെ തോന്നും. ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങി. അതുകൊണ്ട് മുറിച്ചേക്കാം. തല കുളിച്ച് കഷ്ടി 2 ദിവസം കഴിഞ്ഞാൽ ഇവിടുന്നൊക്കെ ഒരു ഓയിൽ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കും. ആ സമയത്ത് ഈ പശു നക്കിയ ലുക്ക് ഒഴിവാക്കാൻ സിമ്പിളായി ഞാൻ ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇത്. കൊള്ളാലേ? അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് റെഡിയായി. കണ്ടുടനെ ഇഷ്ടം കൂടി എടുത്തൊരു ജാക്കറ്റാണ് ഇത്. നല്ല ഭംഗിയുള്ള സ്ലീവ്സ് ഒക്കെയാണ്. തണുപ്പൊക്കെ അല്ലേ, കയ്യിൽ വെച്ചേക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ഹേ മൈ ബോയ്സ് ആർ റെഡി. 2 ചുള്ളന്മാര് വരുന്നുണ്ടോ? വന്ന സ്ഥിതിക്ക് ഒരു ഫാമിലി പോസ് ആവല്ലേ. വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണ്. ചുമ്മാ മുതലെടുത്തേക്കാം. പോകുന്നതിന്റെ മുന്നേ ഈ പേടകത്തിന്റെ മുകളിലും കൂടെ ഒന്ന് കയറാം. വെഡിങ് ആനിവേഴ്സറിക്കല്ലേ, ഒട്ടും കുറയ്ക്കണ്ട. ഏത്? അങ്ങനെ ഞാൻ റെഡി. ഇനി ഞങ്ങൾ പോയി അടിച്ച് പൊളിച്ച് തിമിർത്തിട്ട് വരാം.